പിന്നെ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഒരു റൈറ്റ് കൺസൾട്ടൻറ്റിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില സമയത്ത് കോച്ച് യെസ് അതെ, അറ്റ്ലീസ്റ്റ് അവർ ഇനി കൺസൾട്ടൻസി എടുക്കണം എന്നില്ല, അവർക്ക് ആ മീറ്റ് ചെയ്ത് കണ്ട് സംസാരിക്കുന്ന സമയം പോലും അത് വെറുത്തായിരിക്കും. കാരണം ആ സമയത്ത് പോലും ഒരു 4 എക്സ്ട്രാ പോയിന്റ്സ് അവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പം അത്തരത്തിൽ അവർക്കത് ആ രീതിയിലൊന്ന് എടുക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് വലിയ രീതിയിൽ അതിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർ പിന്നെ ഈവൻ 2 രീതിയിലാണ് അതിൽ. ഒന്ന് അവരുടെ വിഷനിലുള്ള ഒരു ഞാനിപ്പോൾ വിഷൻ ചെയ്ത് എനിക്കൊരു 10 കോടി ഉണ്ടാക്കണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒന്ന്, അപ്പം അത്തരത്തിലുള്ള ഒരു മെൻ്റലി ഉള്ള ബ്ലോക്ക് ഉണ്ടാവും. അതാണെങ്കിൽ ഒരു റൈറ്റ് കോച്ചിനെ കണ്ടിട്ട് അത് സോൾവ് ചെയ്യണം. ഇനി അതല്ല പ്യുവർലി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റ് കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പൊട്ടൻഷ്യൽ പലരിലും കാണാറുണ്ട്. അത് പിന്നെ തീർച്ചയായിട്ടും അവർക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ്. യെസ് യെസ് യെസ്.